ഇടുക്കി ജില്ലയിൽ ഹൈറേഞ്ചിന്റെ കവാടമെന്ന് വിശേഷിപ്പിക്കുന്ന തൊടുപുഴ താലൂക്കിലെ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട കൊച്ചു ഗ്രാമമാണ് ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്ത്. 89 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവും ഏതാണ്ട് 25,000-ഓളം ജനസംഖ്യയുമുള്ള ഈ ഗ്രാമത്തെ മാലിന്യമുക്ത സുന്ദര ഗ്രാമമാക്കി മാറ്റുന്നതിനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും. 3 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ പ്രവർത്തനം സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ വന്നതോടുകൂടി കൂടുതൽ ഗതിവേഗം കൈവന്നിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും മാലിന്യങ്ങൾ തരംതിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള ബോധവൽക്കരണം നടത്തുക എന്നതായിരുന്നു ആദ്യത്തെ പരിശ്രമം. അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായുള്ള ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം കൂടുതൽ ചിട്ടപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പോൾ കഴിയുന്നുണ്ട്. ക്യാമ്പയിനിന്റെ തുടക്കത്തിൽ ഏതാണ്ട് 40% താഴെ മാത്രമായിരുന്ന ഹരിത കർമ്മസേനയുടെ കവറേജ് ഏറ്റെടുത്ത ക്യാമ്പയിന്റെ ഭാഗമായി 91% മുകളിലേക്ക് വർദ്ധിപ്പിക്കുവാനായി എന്നത് വലിയ നേട്ടമാണ്. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു പിക്കപ്പ് വാഹനം ഹരിത കർമ്മസേനയ്ക്ക് വാങ്ങി നൽകുവാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഓരോ വീടുകളിലും ഉറവിട മാലിന്യ സംസ്കരണം, ജൈവ മാലിന്യ സംസ്കരണത്തിനായി വിവിധങ്ങളായിട്ടുള്ള സംസ്കരണ ഉപാധികൾ സൗജന്യ നിരക്കിലും അതോടൊപ്പം തന്നെ 90% സബ്സിഡി നിരക്കിലും ലഭ്യമാക്കുവാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ട് 160 വീടുകളിൽ ജൈവ മാലിന്യത്തെ കമ്പോസ്റ്റാക്കി മാറ്റുന്ന കമ്പോസ്റ്റ് ബിറ്റുകൾ ഇതിനോടകം നിർമ്മിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 800 വീടുകളിൽ IRTCയുടെ ഗവേഷണ വിഭാഗത്തിൽ നിർമ്മിക്കുന്ന ബയോ കമ്പോസ്റ്റർ ബിൻ 90% സബ്സിഡിയോടുകൂടി ലഭ്യമാക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 635 വീടുകളിൽ മാലിന്യത്തെ പാചകവാതകമാക്കി മാറ്റുന്ന ബയോഗ്യാസ് പ്ലാന്റുകളും 90% സബ്സിഡിയോടുകൂടി വീടുകളിൽ വിതരണം ചെയ്തിട്ടുണ്ട്. ഇതുവഴി ഏതാണ്ട് പകുതിയിലധികം വരുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ വീടുകളിൽ ഉറവിട ജൈവ മാലിന്യത്തെ മറ്റ് സംവിധാനമാക്കി മാറ്റാൻ കഴിയുന്ന നിലയിൽ ജൈവമാലിന്യങ്ങളെ സംസ്കരിക്കാൻ വേണ്ടിയുള്ള ഉപാധികൾ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള 6,390 വീടുകളിൽ 2 വീതം തുണിസഞ്ചികൾ സൗജന്യമായി ലഭ്യമാക്കിയാണ് ഗ്രാമപഞ്ചായത്ത് മാതൃകാകാട്ടിയത്. അങ്ങനെ വീടുകളിലും സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാം ജൈവ അജൈവ മാലിന്യങ്ങൾ കൃത്യമായി ശേഖരിച്ച് സംസ്കരിച്ച് മാലിന്യ സംസ്കരണം ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി പൊതുസ്ഥാപനങ്ങളെല്ലാം ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് പരിധിയിലെ എല്ലാ സ്ഥാപനങ്ങളും ഇപ്പോൾ ഹരിത സ്ഥാപനങ്ങളായി മാറിയിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിലെ 11 പൊതുവിദ്യാലയങ്ങൾ ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിച്ച് സർട്ടിഫിക്കറ്റ് കൈമാറിക്കഴിഞ്ഞു. ഹരിത വിദ്യാലയങ്ങളായി മാറുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലയിലും ഉത്തരവാദിത്വത്തിലും മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിക്കുന്നതിനുള്ള ബിന്നുകൾ സ്കൂളുകളിൽ ലഭ്യമാക്കിയും അതോടൊപ്പം തന്നെ സ്കൂളുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജൈവ മാലിന്യങ്ങളെ പാചകവാതകമാക്കി മാറ്റുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ സൗജന്യമായി സ്കൂളുകൾക്ക് വിതരണം ചെയ്തുമാണ് പഞ്ചായത്തിലെ 11 സ്കൂളുകളും ഹരിത വിദ്യാലയങ്ങളായി മാറിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിലെ 252 അയൽക്കൂട്ടങ്ങളെ ഹരിത അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിച്ച് അവർക്ക് ഗവൺമെൻറ് നിർദ്ദേശപ്രകാരമുള്ള ഗ്രഡേഷൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ഇതുകൂടാതെ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളെയും ഹരിത ഭവനങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. പ്രത്യേകമായ ചോദ്യാവലി തയ്യാറാക്കി ഓരോ വീടുകളിലും സന്നദ്ധ പ്രവർത്തകർ കയറിയിറങ്ങി വീടുകളിലെ ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദമായ പരിശോധന നടത്തി ഗ്രേഡിംഗ് നടത്തിയാണ് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളെയും ഹരിത ഭവനങ്ങളാക്കി പ്രഖ്യാപിക്കുന്നത്. മാലിന്യ സംസ്കരണ ഉപാധിയില്ലാത്ത വീടുകളിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ചെലവിൽ ഉപാധികൾ സ്ഥാപിച്ചു കൊടുത്തുകൊണ്ടാണ് എല്ലാ വീടുകളെയും ഹരിത ഭവനങ്ങളാക്കി മാറ്റുവാൻ പഞ്ചായത്ത് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. ഇതുകൂടാതെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ചെറു നീർച്ചാലുകളെല്ലാം ജനകീയ പങ്കാളിത്തത്തോടെ വൃത്തിയാക്കി സുഗമമായ
ഒഴുക്കിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാ മേഖലയിലും ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരികയുമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി 2024 ഒക്ടോബർ മാസം 2-ാം തീയതി മുതൽ പ്രത്യേക കർമ്മ പരിപാടി തയ്യാറാക്കിയാണ് നെടുമന്നൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തിലേക്ക് നടത്തുന്നത്. എല്ലാ സ്ഥാപനങ്ങളെയും ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ച് അതിൻ്റെ പരിചരണമെല്ലാം ഉറപ്പുവരുത്തി കൃത്യമായ ഇടപെടലുകൾ നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. 16 വാർഡുകളിലെയും പൊതുസ്ഥലങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെയും കുടുംബശ്രീ ഹരിതകർമ്മസേന പ്രവർത്തകരുടെയും എല്ലാം നേതൃത്വത്തിൽ ശുചിയാക്കി ശുചിത്വ സുന്ദര ഗ്രാമമാക്കി പ്രഖ്യാപിച്ച് പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം CCTV നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് മാലിന്യം വലിച്ചെറിയുന്നത് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ച് വരികയുമാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ചെറു ഗ്രാമങ്ങളിലും കവലകളിലുമെല്ലാം പേപ്പർ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിനായിട്ടുള്ള ബിന്നുകൾ സ്ഥാപിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ചെറു ഗ്രാമങ്ങളെല്ലാം ശുചിത്വ സുന്ദര ഗ്രാമമാക്കി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. 2025 ജനുവരി മാസം 1-ാം തീയതി പുതുവർഷത്തിൽ പുത്തനുടുപ്പിട്ട് ഉടുമ്പന്നൂർ എന്ന സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഉടുമ്പന്നൂർ ടൗണിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ റോഡുകളുടെ ഇരുവശവും മനോഹരമായ ചെടിച്ചട്ടികൾ സ്ഥാപിച്ച് ടൗണിനെ സുന്ദരിയാക്കി സംരക്ഷിച്ചു വരുന്ന പ്രവർത്തനവും ഏറ്റെടുത്തിട്ടുണ്ട്. ഇത്തരം ചെടിച്ചട്ടികളുടെ സംരക്ഷണം പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും എല്ലാം ഉത്തരവാദിത്വത്തിൽ കൃത്യമായി നടത്തി നാടിനെ സുന്ദരിയാക്കി സംരക്ഷിച്ചു വന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി ഉടുമ്പന്നൂർ ഗ്രാമവും സുന്ദര ഗ്രാമമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചുവടുവയ്പ്പുകളും നടത്തി ഗ്രാമപഞ്ചായത്ത് അതിവേഗം മാലിന്യമുക്ത പഞ്ചായത്തിലേക്ക് നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്.